സോ തംബ്നെയിലിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് UK-ലെ NMC രജിസ്ട്രേഷൻ പിൻ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു പിൻ നമ്പർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു രജിസ്റ്റേർഡ് നഴ്സായിട്ടോ ഒരു ബാൻഡ് 5 നഴ്സായിട്ടോ NHS-ലോ കെയർ ഹോംസിലോ നഴ്സിംഗ് ഹോംസിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് പിൻ നമ്പർ കിട്ടിയിട്ടും അവരുടെ CBT, OSCE അല്ലെങ്കിൽ OET എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് പിൻ നമ്പർ കിട്ടി, എന്നിട്ടും അവർക്ക് ഇപ്പോൾ ജോലി ആയിട്ടില്ല അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രഗിൾ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പിൻ നമ്പർ എക്സ്പയർ ആയി പോകുമ്പോൾ ഒരുപാട് ക്വയറീസ് എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ നിങ്ങളിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരു പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ റീവാലിഡേഷൻ എത്ര നാൾക്കുള്ളിൽ നിങ്ങൾ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എത്ര അവേഴ്സ് റീവാലിഡേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അവേഴ്സ് വേണം, CPD അവേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം വേണം, പിന്നെ എക്സ്പയർ ആയി പോകാനുള്ള ചാൻസസ് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ നിങ്ങൾ അവസാനം വരെയും കാണുക. സോ ഇവിടെ UK-ൽ ഇപ്പോൾ SIF സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ പാത്വേ എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ സ്കീമിൽ കൂടെ തന്നെ ഒരുപാട് ബാക്ക് ഹോം നഴ്സസിന് ഇപ്പോൾ പിൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. അവർക്ക് OET കാര്യങ്ങളൊന്നും എഴുതാതെ തന്നെ 12 മാസത്തിൽ കൂടുതൽ അവർ ഒരു നഴ്സിംഗ് ഹോമിലോ അല്ലെങ്കിൽ NHS-ലോ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എംപ്ലോയറിൻ്റെ റെഫറൻസ് ത്രൂ അവർക്ക് CBTയും OSCEയും മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് NMC രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഹോംസിലും ഡൊമിസിലറിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ബാക്ക് ഹോം നഴ്സസിന് OETയും CBTയും OSCE എല്ലാം കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് പിൻ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, ഇനി അവരാവട്ടെ അതുപോലെ തന്നെ ന്യൂലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് നഴ്സസിനും ഇപ്പോൾ പിൻ നമ്പേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് പിൻ നമ്പർ കിട്ടി ഏകദേശം 6 മാസത്തോളമായിട്ട് പോലും ജോബ് കിട്ടാത്ത ഒരുപാട് പേര് ഞങ്ങളുടെ എൻക്വയറി ആയിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം ആകുമോ, പിൻ നമ്പറിൻ്റെ എക്സ്പയറി അല്ലെങ്കിൽ വാലിഡിറ്റിനെ അത് ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. സോ ക്ലിയർ ആയിട്ട് ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ പിൻ നമ്പർ എക്സ്പയർ ആയി പോകില്ല. നിങ്ങൾക്ക് വൺസ് NMC രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിലാണ് നിങ്ങൾ നെക്സ്റ്റ് റീവാലിഡേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു റീവാലിഡേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് പ്രാക്ടിക്കൽ അവേഴ്സും ഇത്ര അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കലി, അല്ലെങ്കിൽ CPD അവേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ റിഫ്ലക്ഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എവിഡൻസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും വിത്തിൻ 3 ഇയറിനുള്ളിൽ നിങ്ങൾ റീവാലിഡേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ജോബ് കിട്ടിയില്ല, നിങ്ങൾ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളുടെ പിൻ നമ്പർ പോകുകയോ അത് എക്സ്പയർ ആയി പോവുകയോ ഒന്നും തന്നെ ചെയ്യില്ല. അതിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്കൊരു പിൻ നമ്പർ അല്ലെങ്കിൽ NMC രജിസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ അത് റീവാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കണം. അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ അവേഴ്സ് നിങ്ങൾ മീറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, അത് പറയുന്നത് 3 വർഷത്തിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടി നിങ്ങൾ 450 മണിക്കൂർ 450 ക്ലിനിക്കൽ അവേഴ്സ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ അവേഴ്സ് നിങ്ങൾ മീറ്റ് ചെയ്തിരിക്കും. അതിപ്പോൾ നിങ്ങൾ അഡൽട്ട് നഴ്സിംഗ് മാത്രമാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 450 മാത്രം മീറ്റ് ചെയ്താൽ മതി. ഇനി കുറച്ച് പേരുണ്ട്, ചിലപ്പോൾ അവർക്ക് അഡൽട്ട് നഴ്സിംഗിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് മിഡ്വൈഫറിയുടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ 450 + 450 900 പ്രാക്ടിക്കൽ അവേഴ്സ് വിത്തിൻ 3 ഇയേഴ്സിനുള്ളിൽ അവർ മീറ്റ് ചെയ്തിരിക്കണം എന്തായാലും. ഓക്കെ, ഈ റീവാലിഡേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറയുന്നത് CPD കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അവേഴ്സ് എന്ന് പറയുന്ന സംഭവം, അത് നമ്മൾ മീറ്റ് ചെയ്യും. അതിന് വേണ്ട നമുക്ക് 35 അവേഴ്സ്. ഈ 35 അവേഴ്സിൽ 20 അവേഴ്സ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആയിരിക്കണം. ഓക്കെ, ഇതെല്ലാം തന്നെ നിങ്ങളുടെ NMCയുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ RCNൽ നിങ്ങൾ നോക്കുകയാണെങ്കിലോ ഒക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ NHSലാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ഏതെങ്കിലും കെയർ ഹോമിലോ നഴ്സിംഗ് ഹോംസിലോ ഒക്കെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു പ്രശ്നം വരത്തില്ല. ബിക്കോസ് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രെയിനിങ് അവേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരും. 3 വർഷത്തിലാണ് ഈ 35 മണിക്കൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 20 അവേഴ്സ് അതിൻ്റെ കൂടുതൽ പാർട്ടിസിപ്പേറ്ററി അവേഴ്സ് വേണമെന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ കണക്ക് കൂട്ടി നോക്കിയാൽ അറിയാൻ സാധിക്കും ഈ 450 മണിക്കൂർ എന്ന് പറയുന്നത് വർഷം ഏകദേശം 150 മണിക്കൂറുള്ളൂ. അതായത് 12.5 അവേഴ്സ് മതി ഒരു മാസത്തിൽ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയിൽ തന്നെ ഏകദേശം 40 മണിക്കൂറും 37 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഒരു മാസത്തിൽ 12.5 അവേഴ്സ് എന്നുള്ളൊരു കണക്കാണ്. ഞാൻ ഈ 450 എന്ന് പറയുന്ന നമ്പർ പറയുമ്പോൾ നിങ്ങൾ അത് വലിയൊരു സംഖ്യയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. 1 മന്തിൽ 12.5 അവേഴ്സ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നിങ്ങൾ ആ ഒരു പ്രാക്ടീസ് എഫക്റ്റീവായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലേ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് കീപ്പ് അപ്പ് ചെയ്യാനും നിങ്ങളുടെ ആ വാലിഡിറ്റി കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റുള്ളൂ എന്തായാലും. ഓക്കെ, പക്ഷേ എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഒരു ജോബ് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊടുത്ത് അതിനുവേണ്ടി മാത്രം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. പല ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ മാറി മാറി കൊടുക്കുക. ആൻഡ് ഓരോ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് മാറുന്ന സമയത്തും ശ്രദ്ധിക്കുക നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻസ് അവരുടെ ഡിസൈറബിൾ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എസെൻഷ്യൽ ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ കാര്യങ്ങളാണോ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അവർക്ക് വേണ്ടുന്ന ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലാണോ
നിങ്ങളെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. വെറുതെ കുറേ കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്, എങ്കിൽ ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ഷോർട്ട് ലിസ്റ്റഡ് ആവാനും ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ പഴയ വീഡിയോസ് ഒന്നുകൂടി ഒന്ന് പോയി കാണുക. അത് കണ്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എന്താ ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് പേരാണ് പിൻ നമ്പർ കിട്ടിയിട്ടുള്ള SIFI പാത്വേയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൊമിസിലറിയിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിലോ ഒക്കെ ഉള്ള കുട്ടികൾക്ക് ജോബ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് അവർക്കെല്ലാം തന്നെ ജോബ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഡിഫറൻറ്റ് ട്രസ്റ്റുകളായിട്ട് അതിൻ്റെ എല്ലാം തന്നെ ഫീഡ്ബാക്ക് വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നും അതിനകത്തുള്ള കംപ്ലീറ്റ് ഒരു സ്ക്രൂട്ടിനി നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ടാണോ ചെയ്തിട്ടുള്ളത്, നമ്മളൊരു പ്രോപ്പർ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ്റെ സാമ്പിൾ നിങ്ങൾക്ക് അയച്ചു തരും. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാം. ആൻഡ് ഫൈനൽ സബ്മിഷന് മുന്നേ ഞങ്ങളൊന്നത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ ട്രാക്ക് ജോബിലുള്ള ഫൈനൽ ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, വൺസ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 100% ഗ്യാരണ്ടീഡ് ആയിട്ടോ കാര്യങ്ങളോ പറയുന്നതല്ല. ബിക്കോസ് ഒരു ജോബിന് നമുക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആവാനായിട്ട് ഡിഫറെൻറ്റ് റീസൺസ് ഉണ്ട്. ഓക്കെ, അതിലൊരു ഇമ്പോർട്ടൻറ്റ് റീസണാണ് പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മേ ബി ഇൻറ്റേർണൽ ആപ്ലിക്കൻസിനെ മാത്രമായിരിക്കും എടുക്കുക, ചിലപ്പോൾ 1-2 വാക്കൻസി മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനകത്ത് തന്നെ ഒരു പ്രീവിയസ് NHS എക്സ്പീരിയൻസ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രീവിയസ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10 എണ്ണം കൊടുത്താൽ അല്ലെങ്കിൽ 20 എണ്ണം കൊടുത്താൽ അതിൽ നിന്ന് ഒന്ന് സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് ഇപ്പം നിലവിലുള്ളൂ. കാര്യം അത്രയും കോമ്പറ്റീഷനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കാൻ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ, പിന്നെ ഇനി അതിനുശേഷം വൺസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ സക്സസ് ആയി, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ വീഡിയോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ വീഡിയോസ് നമ്മുടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനകത്തൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു 25 ജനറൽ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് അൺലിമിറ്റഡ് ആക്സസ് ആണ്. ആ വീഡിയോസ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് കണ്ട് ഇൻ്റർവ്യൂവിന് നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. അല്ലാതെ ഒരു ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടേ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ റെഡി ആവുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ലക്കി ഫാക്ടറാണ് എന്തായാലും. ഓക്കെ, അപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല. അത്രയും ലിമിറ്റഡ് നമ്പേഴ്സിലാണ് ജോബ് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ അതിന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. കാര്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇൻ്റർവ്യൂ പാനലിലുള്ളവർക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നിങ്ങൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ആൻസേഴ്സ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആൻസേഴ്സാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മാത്രമായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ സെലക്ട് ചെയ്യുക. ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ അസിസ്റ്റൻസും കൂടെ എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ അയച്ചു തരുന്ന വീഡിയോസിനകത്ത് അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻസിൽ പറഞ്ഞു തരുമ്പോൾ ആ വീഡിയോസിൽ ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് തന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടും കേട്ടും പഠിച്ച് കഴിയുമ്പോൾ തന്നെ മോർ ദാൻ ഇനഫ് ആയിരിക്കും. ഒരുമാതിരിയുള്ള ഒരു 90% അല്ലെങ്കിൽ മോർ ദാൻ 90% ക്വസ്റ്റ്യൻസും സിമിലർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ചോദിച്ച് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. കാര്യം ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കായിരിക്കുമല്ലോ വരിക. അപ്പോൾ ആ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അതിനോടൊപ്പം ഈ വീഡിയോസും കാര്യങ്ങളോട് ആയി കഴിയുമ്പോൾ നിങ്ങൾ മോർ ദാൻ ഇനഫ് ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്തായാലും. പിൻ നമ്പർ കിട്ടി നിങ്ങൾക്ക് ഈ ഒരു NHS ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും അല്ലെങ്കിൽ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സപ്പോർട്ടും ആവശ്യമാണെങ്കിൽ നമ്മുടെ കോൺടാക്ട് അസ് പേജിൽ പോയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ ഫിൽ ഇൻ ചെയ്യാം. അതായിരിക്കും ഏറ്റവും എളുപ്പം ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് തിരിച്ചെന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പോവുക, അവിടെ കോൺടാക്ടസിൻ്റെ പേജ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരുന്ന ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നിങ്ങൾ കൊടുക്കുക, മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ. നിങ്ങളെ പ്രോപ്പറായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഇമെയിൽ ID, നിങ്ങളുടെ വാട്സപ്പ് നമ്പറും അതിനകത്ത് ഇൻക്ലൂഡിങ് കൺട്രി കോഡ് നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക എന്തായാലും. കാര്യം ഒരുപാട് പേർക്ക് UK തന്നെ അവരുടെ വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് ഇന്ത്യൻ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ UAE നമ്പർ ആയിരിക്കും. അപ്പോൾ അതൊന്നും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റിനകത്ത് NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. റിക്വയർമെൻറ്റിനകത്ത് വരുമ്പോൾ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ അസിസ്റ്റൻസ് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് അതിനകത്തൊരു ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് കൂടെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ തന്നെ. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. ഇനി ഓൾറെഡി നിങ്ങൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ആയിട്ടുണ്ട്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണെന്നും എന്നാണ് ഇൻ്റർവ്യൂ ഡേറ്റ് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ആ റിക്വയർമെൻറ്റിനകത്ത് എന്ത് ചെയ്യുക, ഒന്ന് മെൻഷൻ ചെയ്യുക. ഇതിന് നിങ്ങൾ ക്ലിനിക്കൽ ജോബ്സോ നോൺ ക്ലിനിക്കൽ ജോബ്സോ ഏതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് ഈ ഒരു റിക്വയർമെൻറ്റിനകത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് കാര്യം ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യാം. ഓക്കെ, വൺസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിയും, നിങ്ങളുടെ ഇൻ്റർവ്യൂ കോർഡിനേറ്റേഴ്സ്
നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന സപ്പോർട്ടും ആപ്ലിക്കേഷൻ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും എന്തായാലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വൺസ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ജോബ് കിട്ടി കഴിഞ്ഞു, 3 ഇയേഴ്സിൻ്റെ സമയത്ത് നിങ്ങളുടെ റീവാലിഡേഷൻ ആവുന്ന സമയത്താണെങ്കിലും ബാക്കി ഫർദർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്തു തരും. അതിൻ്റെ എല്ലാ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണോ, സ്പെഷ്യാലിറ്റിയിലേക്ക് മാറണോ, കരിയർ പ്രോഗ്രഷൻസും കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കും, സാലറി ഡിഫറൻസ് പ്രൈവറ്റിലാണോ അല്ലെങ്കിൽ NHSലാണോ കൂടുതൽ, അല്ലെങ്കിൽ കെയർ ഹോംസിലോ നഴ്സിംഗ് ഹോംസിലോ തന്നെ നിന്നാൽ മതിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയുള്ള അപ്കമിങ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കരിയർ പ്രോഗ്രഷൻസും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോപ്പർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മെയിൻ തിങ്, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഒരുപാട് പേർക്കാണ് പിൻ നമ്പർ കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ജോബ് കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നത്. അവരെല്ലാം വറി ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ്, പിൻ നമ്പർ പെട്ടെന്ന് എക്സ്പയർ ആയി പോകുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവർക്കെല്ലാം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റിലാക്സ്ഡ് ആവും, ഈവൻ അവരുടെ ഫാമിലി ഒന്ന് സ്റ്റേബിൾ ആവും എന്തായാലും. ഓക്കെ, മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൊളീഗ്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.